ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഞാനൊരു ടോപ്പിക്കായിട്ട് വന്നിരിക്കുന്നത് ഷാനവാസിക്കയുടെ ഫാൻസ് മീറ്റ് കഴിഞ്ഞു. ഡിസംബർ 21 ഇപ്പോഴും ഡിഗ്രേഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അന്ന് തന്നെ എനിക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ചെയ്യുന്നത്. ഈയിടെ, അതായത് ഇന്നലെ കൂടി ഞാനൊരു കണ്ടു, ആസ് വെൽ ആസ് ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ഫസ്റ്റ്, ഫാൻസ് വളരെ കുറവായിരുന്നു എന്നുള്ളത്. ഫസ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പലർക്കും ഒരു 20, 25, 30, 35% ആൾക്കാർക്കും ഇത് രജിസ്റ്റർ ചെയ്തിട്ട് പോകേണ്ട കാര്യങ്ങളുടെ ഒരു ശരിക്കും പറഞ്ഞാൽ അറിയില്ലായിരുന്നു. ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ രജിസ്ട്രേഷൻ ക്ലോസ് ആവുന്നതിന് മുന്നേ കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഒന്നും ഫോളോ ചെയ്യാത്ത ആൾക്കാർക്ക്, ഷാനവാസിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ബിക്കോസ് എനിക്കറിയാം ഒരുപാട് പേരെ പോകാൻ പറ്റാത്ത ആൾക്കാരെ. ഒന്നുകിൽ ഡിസ്റ്റൻസ് ഇഷ്യൂ, ചിലപ്പം വീട്ടിൽ പറഞ്ഞിട്ട് വരാൻ പറ്റാത്തതിൻ്റെ ഇഷ്യൂ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പം ഫാൻസ് മീറ്റ് എന്ന് പറഞ്ഞപ്പം നമുക്ക് പോകാൻ പറ്റുന്ന ആൾക്കാർക്ക് പോവുക എന്നുള്ളതാണ്. അതിൽ കയറി ഡിഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഷാനവാസിക്ക എന്ന് പറയുന്നൊരു വ്യക്തി മറ്റുള്ളവരെ കൂട്ട്, അതായത് ഇപ്പം നേരത്തെ ഉള്ള ബിഗ് ബോസിലെ ആൾക്കാരെ കൂട്ട് 4 hours സോഷ്യൽ മീഡിയയിൽ കയറി വ്ളോഗിങ്ങോ ചെയ്യുന്ന ഒന്നും ആളല്ല. അദ്ദേഹത്തിന് എന്താണ് നമുക്ക് അറിയാനത്, ഫാൻസിനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് എന്താണ് അറിയേണ്ടതെന്നുള്ളത് മാത്രം ആൾ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം പലരും പറയുന്നുണ്ട് റീച്ചിന് വേണ്ടിയിട്ടാണ് അനീഷേട്ടനെയും ലക്ഷ്മിനെയും അവിടെ കൊണ്ടുവന്നു, ഓൾസോ പൊന്നമ്മ ചേച്ചിനെയും കൊണ്ടുവന്നെന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ അത് പറയുന്നതോടെ എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. ബിക്കോസ് റീച്ചിന് വേണ്ടിയിട്ട് ഒരിക്കലും അനീഷേട്ടനെയോ ലക്ഷ്മിയോ വിളിക്കേണ്ട ആവശ്യമില്ല. ഷാനവാസിക്ക ഒന്ന് നിന്നാൽ മതി, റീച്ചാണ്. ഏതെങ്കിലും ഒരു ക്ലിപ്പ്, ഒരു വീഡിയോ, 5 second വീഡിയോ ആയിക്കോട്ടെ, അത് വൈറലാണ്. പിന്നെ അപ്പം എപ്പോഴും ആക്റ്റീവ് അല്ലാത്ത ഒരാളിനെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ത്വരയായിരിക്കും. ആസ് സെഡ്, ഷാനവാസിക്ക ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നും കണ്ടാലും നമുക്ക് ബോറടിക്കും. അതുകൊണ്ട് വല്ലപ്പോഴുമൊക്കെ വന്നിങ്ങനെ കാണുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഡ്രീംസിൻ്റെ പുറകെയാണ്. അപ്പം റീച്ച് കൂട്ടിയിട്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല. അങ്ങനെ റീച്ച് കൂട്ടാനാണ് എങ്കിൽ അദ്ദേഹത്തിന് എന്നും യൂട്യൂബിൽ വീഡിയോസ് ഇടാം, വ്ളോഗ് ചെയ്യാം, അവിടെ ഇവിടെയൊക്കെ പോകുന്ന ക്യാമറയും കൊണ്ട് പിടിച്ച് നടന്ന് വ്ളോഗ് ചെയ്യാം, അതൊക്കെ കൊണ്ട് യൂട്യൂബിൽ ഇടാം, അതിൽ നിന്ന് റവന്യൂ കണ്ടെത്താം. പക്ഷേ ഇതൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല. അദ്ദേഹത്തിനൊരു ഡ്രീമുണ്ട്. ആ ഡ്രീം എന്ന് പറഞ്ഞാൽ ഫിലിമാണ്. ആ ഫിലിമിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് അദ്ദേഹത്തിൻ്റെ വഴി കൂടെ തന്നെ ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഓൾറെഡി അത് ഷാനവാസിക്ക അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ക്ലൂവും കിട്ടിയിട്ടുണ്ട്, ഒരു ബിഗ് സ്ക്രീനിൽ ഇനിയും കാണാം. ഉറപ്പ് പറയുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒന്ന് ആയിക്കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എനിക്കും പറയാനുള്ളത്. സോ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിയുമ്പോൾ ഫസ്റ്റ് ഞാൻ അപ്ഡേറ്റ് തരുന്നതായിരിക്കും. അപ്പം ബാക്ക് ടു ദ പോയിൻറ്റ്, അനീഷേട്ടൻ ആൻഡ് ഷാനവാസിക്കയുടെ കാര്യം, അവരുടെ ആ ഒരു ബോണ്ടെന്ന് പറയുന്നത്, ശേഷം ഇത്രയും ഒരു ബോണ്ട് നിലനിർത്തി അവരുടെ സൗഹൃദം നിലനിർത്തുന്ന വേറെ കണ്ടസ്റ്റൻസ് വേറെ ഇല്ല ഇത്രയും സീസണിൽ. പലരും പല കാര്യങ്ങളിലും അടിച്ചു പിരിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പലരും പല കാര്യങ്ങളിലും ഇപ്പോഴും വിട്ടിട്ടില്ല. ബിഗ് ബോസ് സൈഡിൽ തന്നെ കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈവൻ ഷാനവാസിക്കയ്ക്കെതിരെയും അക്ബറിനെതിരെയും നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അപ്പം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ബിഗ് ബോസിൽ കിടക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. സോ എന്നുവെച്ചാൽ നേരം വെളുക്കാത്ത ഒരുപാട് പേരുണ്ടല്ലോ അവർ. അപ്പം ഇതൊക്കെയാണ് ഷാനവാസിക്കയുടെ ഫാൻസ് മീറ്റപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ അനീഷേട്ടനോ ഷാനവാസോ പൊന്നമ്മ ചേച്ചിയോ വന്നതുകൊണ്ട് റീച്ച് കൂടേണ്ട ആവശ്യം ഷാനവാസിക്കയില്ല. ഞാൻ പറഞ്ഞ പോലെ, ആസ് ഐ സെഡ് ഏർലിയർ, ഷാനവാസിക്ക് ഒരു ഡ്രീമുണ്ട്. ആ ഡ്രീമിൻ്റെ പുറകെയാണ് ഷാനവാസിക്ക. അതെന്തെങ്കിലും ആയാൽ ഉടനെ തന്നെ അപ്ഡേറ്റ് തരുന്നതായിരിക്കും. ആസ് ഓഫ് നൗ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുക. ഒരു നല്ലൊരു ഫ്യൂച്ചർ കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മെയിൻലി. ഇത് പ്രാർത്ഥിക്കുന്ന അദ്ദേഹത്തിന് അറിയാം. ബിക്കോസ് ഞാൻ ഷാനവാസിക്കയുടെ ഫാൻസ് മീറ്റപ്പിൽ തന്നെ അറിയാം, വളരെ ജെനുവിൻ ആയിട്ടുള്ള ഫാൻസാണ്. അതായത് ലക്ഷ്മി അവിടെ പറയുകയും ചെയ്തു, ഇത്രയും പ്യുവർ ആൻഡ് ജെനുവിൻ ആയിട്ടുള്ള ഫാൻസാണ്. മറ്റുള്ളവരെ കൂടെ ഒരു പ്രഹസനം അല്ലെങ്കിൽ ഒരു PR-ൻ്റെ പിൻബലത്തിലുള്ള ഫാൻസോ കാര്യങ്ങളോ ഒന്നുമല്ല. ജെനുവിൻ ആയിട്ടുള്ള, പണ്ട് തൊട്ടേ ഷാനവാസിക്ക് അറിയുന്ന കുറച്ച് ഫാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ബിഗ് ബോസിന് ശേഷം ഫാൻസായ ഒരുപാട് ആൾക്കാരുണ്ട്. സോ എല്ലാം അറിഞ്ഞു കൂടെ നിൽക്കുന്ന ആൾക്കാരാണോ മെയിൻലി ഷാനവാസിക്കുള്ളത്. പ്യുവർ ആൻഡ് ജെനുവിൻ ഫാൻസ്. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ് പ്യുവർ ആൻഡ് ജെനുവിൻ ഫാൻസ് ലൈക്ക് അസ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ലക്ഷ്മിക്കും അത് തോന്നി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കുക. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ലക്ഷ്മിക്ക്, അതായത് ഷാനവാസിക്കയുടെ ഫാൻസിൻ്റെ ഇടയ്ക്ക് തന്നെയാണെങ്കിലും ലക്ഷ്മിക്ക് നിലപാടില്ലായ്മ ഉണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. അത് ഒരു എന്താ പറയുക, ഒരു 70% കറക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും കണ്ടല്ല. അനുമോളിനെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് ഈ ലക്ഷ്മി എന്ന് പറയുന്ന ആൾ. അത് ലാസ്റ്റൊക്കെ ആയപ്പം
അതായത് ബിഗ് ബോസ് കഴിഞ്ഞ് ട്രോഫിയായിട്ട് നിൽക്കുന്നൊക്കെ ഒരുപാട് ഉമ്മ വകിച്ചൊക്കെ സീൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്, ഫോട്ടോസും ഒക്കെ. അതിനുശേഷം ആൾ പുറത്തിറങ്ങിയതിന് ശേഷം നേരെ ഉൾട്ടയായി. അതായത് അനീഷേട്ടൻ്റെ അടുക്കെ പോയിട്ട് അനീഷേട്ടനാണ്, അതായത് അനുമോളിനെ പക്ക ഒന്ന് താഴ്ത്തി കിട്ടിയതുപോലെ ആയിപ്പോയി. അതുകൊണ്ട് നിലപാടിനെ പറ്റി എനിക്കൊരു ഒരു 50-50 ഡൗട്ട് എനിക്ക് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ ഒന്നും കണ്ടിട്ടല്ലല്ലോ ഷാനവാസിക്കനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഷാനവാസിക്ക എന്ന് പറയുന്ന ആളെന്ന് പറഞ്ഞാൽ ഒരു ജെമ്മാണ്, അതുപോലെ തന്നെ പ്യുവറാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള ജെനുവിനായിട്ടുള്ള ഫാൻസ് മതി, അല്ലാതെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരൊക്കെ അവരെയൊക്കെ ആശ്രയിക്കേണ്ട കാര്യം ഷാനവാസിക്ക് ഇല്ല. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്കിത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത് ആ വീഡിയോസൊക്കെ കണ്ടപ്പോൾ. പിന്നെ കുറേ പോസ്റ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഷാനവാസിക്ക ഓൾറെഡി സമ്മതിച്ചു, അനീഷുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഗെയിം പ്ലാനാണ് എന്നൊക്കെ. സത്യം പറഞ്ഞാൽ അനീഷേട്ടനുമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഷാനവാസിക്ക സ്റ്റാർട്ട് ചെയ്തത് ഗെയിം പ്ലാൻ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. കാരണം വേറൊന്നുമല്ല, അവനെ എങ്ങനെയെങ്കിലും ആ ആളിനെ എങ്ങനെയെങ്കിലും ഒന്ന് കീഴ്പ്പെടുത്തണം. ആരെക്കൊണ്ടും പറ്റാത്ത കാര്യം ഷാനവാസിക്ക കൊണ്ട് പറ്റണം. അത് ആദ്യമേ അങ്ങനെയാണ് ഷാനവാസിക്ക തന്നെ പറയുന്നുണ്ട്. പിന്നീട് വന്നപ്പോൾ ആണ് ആ ഫ്രണ്ട്ഷിപ്പ് ഗ്രോ ചെയ്ത് അത് ജെനുവിനായിട്ട് ഫുള്ളായിട്ടൊരു ലൈഫ് ലോങ് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ ഷനീഷേട്ടൻ പറയുന്നുണ്ട് ഇതിൽ തന്നെ ഒരു 6-7 ഫ്രണ്ട്സ്, ജെനുവിനായിട്ടുള്ള ഫ്രണ്ട്സ് മാത്രമേ അനീഷേട്ടനുള്ളൂ എന്നും അതിൽ ഷാനവാസിക്ക ഉണ്ടെന്നും. അപ്പം അത്രത്തോളം ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഷാനവാസിക്ക എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊക്കെ മതി, അല്ലാതെ റീച്ചിന് വേണ്ടിയിട്ട് പലരെയും കൂട്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും ഷാനവാസിക്ക് ഇല്ല. കാരണം നമ്മളെപ്പോലുള്ള പ്യുവറായിട്ടുള്ള ജെന്യുവനായിട്ടുള്ള ഫാൻസ് ഷാനവാസിക്കനെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ട്. അതുകൊണ്ട് എനിവേ സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ ഫോർ മോർ ആൻഡ് മോർ അപ്ഡേറ്റ്സ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.